ഹലോ മച്ചാമാരെ, നമ്മളിപ്പോൾ കാരപ്പുഴ ഡാം പാർക്കിൻ്റെ അടുത്തെത്തിയിട്ട് അത് നമ്മുടെ വയനാട്ടിൽ ഇവിടുത്തെ കിടുക്കാച്ചി സിപ്പ് ലൈൻ, കേരളത്തിൽ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് സിപ്പ് ലൈനെ നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫുൾ കാഴ്ചകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഇത് നേരെ കണ്ടോ എല്ലാം ഞാൻ കാണിച്ചു തരാം. കിടിലൻ എക്സ്പീരിയൻസ് തന്നെ പറയാ, ചത്തു പോകാനുള്ള ഇതിനും നമ്മളെല്ലാരും കൂടി വയനാട് ട്രിപ്പ് പോക്കാണ്. വയനാട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ വയനാട് കാരപ്പുഴ ഡാമിലേക്ക് ഒന്ന് പോകുന്ന. അടുത്ത് കിടുക്കാച്ചി അമ്യൂസ്മെന്റ് പാർക്കിന്റെ കാഴ്ചകൾ നിങ്ങൾ എനിക്ക് കാണാൻ കേട്ടോ. നമ്മളോടൊപ്പം അന്വേഷിച്ചിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ ശരിയായ വൈബ് തന്നെയാണ് ഗൈസ്. ഇവർ കോളേജിൽ മഹാ തെണ്ടിത്തര കളിക്കുന്ന ഒരേ ഒരു ചെങ്ങായാണ് നമ്മൾ അന്വേഷിച്ചത്. കാണുന്നുണ്ടാവും ഗൈസ്. നമ്മളിപ്പോ ഏകദേശം നമ്മള് വയനാട്ടിലേക്കുള്ള ഒരു യാത്ര കേട്ടാ. നമ്മള് പോകുന്ന വഴിയാണ്. നമ്മളിവിടെ ഡ്രൈവർ ഉണ്ട് അനന്തോ, പിന്നെ നമ്മളെ ബാക്കിൽ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടാ. നമ്മളെ ടീംസ് നമ്മളെ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. അവിടെ ഒരു കട ഉണ്ട്. നമ്മളെ ചെന്നൈ വീഡിയോ എടുക്കാൻ വേണ്ടി പറയുന്നു. എന്നോ അപമാനിക്കുന്നുണ്ട്, വീഡിയോ എടുക്കാൻ സെൻസില്ല. പിന്നെ ഈ വീഡിയോ എടുത്തിരുന്നല്ലോ ഓനായിരിക്കുമല്ലോ. ലുക്ക് കണ്ടോ, ഫുള്ള് സെറ്റ് ലുക്ക് കേട്ടാ. വാ വിട്ടോ വണ്ടി എടുത്തോ. വയനാടിന്റെ ബ്യൂട്ടിയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഇതാണ് മൊത്തം നമ്മൾ എല്ലാവരും വയനാട്ടിലേക്ക് എത്തി. എല്ലാവരും സ്വാഗതം പറ. വയനാട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ വൈബെല്ലാം കഴിഞ്ഞ് നമ്മളിതാ എല്ലാരും ബോറിച്ചിരിക്കുക. എല്ലാം മൂടി രാവിലെ അടിച്ച് ഉറക്കത്തിന്റെ വൈബിലേതാ. ബാക്കിൽ സ്ഥലത്തിന്റെ പേരുണ്ടോ വയനാടുള്ള പന്നമരം. എടാ കൽപ്പ അറിയുന്ന കൽപ്പറ്റ വളിയൂർക്കാവ് കൊയിലേരി കൽപ്പറന്നല്ല ശരിക്കും പഴയ മലയാളം നമ്മളിതാ ഇപ്പോ കാരപ്പുഴ ഡാം പാർക്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുത്തെ ഫുൾ വിശേഷം കാണേണ്ട ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ധന്യജിത ഇവിടെ എത്തിച്ചിട്ടുണ്ട്. സാധനം നമുക്ക് അപ്പൊ മച്ചാന്മാരെ, നമ്മൾ ഇന്നത്തെ സ്ഥലം എവിടെയാന്നല്ലേ, നമ്മളെ വയനാട് നമ്മൾ ഇന്നെത്തി. നമ്മൾ കണ്ണൂരിൽ നിന്ന് കുറച്ച് നീട്ടിപ്പിടിച്ച് വയനാട്ടിലുള്ള കാരപ്പുഴ ഡാം പാർക്ക്, ഇവിടുത്തെ കുറച്ച് അഡ്വഞ്ചറസ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ. അങ്ങനെ മച്ചാന്മാരെ, നമ്മളിതാ വയനാട്ടിലെ കാരപ്പുഴ ഡാം പാർക്കിൽ എത്തിയിട്ട് ഇനി ഇവിടുത്തെ വിശേഷം എന്താണെന്നല്ല അറിയണ്ടേ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ട് ഈ വീഡിയോ മൊത്തം കണ്ടു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം. അപ്പൊ പറഞ്ഞ പോലെ ഇതാ നമ്മളെ കാരപ്പുഴ ഡാം പാർക്കിന്റെ എൻട്രൻസ് ഇട്ടാ. ഈ എൻട്രൻസ് നേരെ ടിക്കറ്റ് എടുത്ത് കയറാം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഉണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്ന കേരളാസ് ലോങ്സ്റ്റ് സിപ്പ് ലൈൻ, ബിഗ്ഗസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ് തന്നെ പറയാം. ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം കാരപ്പുഴ ഡാം പാർക്കിന്റെ ഉള്ളിലല്ല. ഇവിടുത്തെ എല്ലാ ബ്യൂട്ടി കാഴ്ചകളും എന്തായാലും ഒന്ന് കണ്ടിരിക്കണേ. നല്ല സെറ്റ് ലുക്ക് ഞാൻ പറയട്ടെ. ആ ഒരു ലുക്കും ആ വയനാടിന്റെ ഭംഗിയും അത് നല്ലോണം കാണിച്ചിട്ടുണ്ട് ഇവര്. നല്ല ആ ഭംഗി നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ മോനെ ആടുത്തൊരു പോസിറ്റീവ് ഫീൽ ഇതാ ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു വൈഡ് 360 ലുക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരാ മേക്ക് ചെയ്ത ആ ഒരു ബ്യൂട്ടി. ഒന്നുകൊണ്ടും പറയാൻ കഴിയില്ല. നമ്മളെ കണ്ണൂരിൽ തന്നെയല്ല, വയനാട്ടിൽ ഈ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് ഇവിടെ പോയാൽ തന്നെ 360 വ്യൂ എന്നല്ല നിങ്ങൾക്ക് വയനാട് മൊത്തം തന്നെ കാണാൻ പറ്റും. ആ ഒരു ബ്യൂട്ടി കാണാൻ പോലെ അടുത്ത മെയിൻ ആയിട്ടുള്ളത് ആ ഒരു പ്രത്യേക നേച്ചർ തന്നെ. വെറുതെ ഒന്ന് 5 മിനിറ്റ് കാറ്റാടി ഇരുന്ന പോലെ തന്നെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ മെയിൻ നമ്മളെ കാറ്റാടി ഭംഗിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ഇതാ സിപ്പ് ലൈനിലോട്ടേക്ക് ഓടാം. സിപ്പ് ലൈനിന്റെ സാധനം, സിപ്പ് ലൈനിന്റെ മെയിൻ ടിക്കറ്റ് എടുക്കേണ്ട സാധനം അതിൻ്റെ അപ്പൊ പെങ്ങള് നമ്മളിതാ ഒന്ന് സേഫ് ആക്കി തരാട്ടെ. നമ്മളെ മെയിൻ ആയിട്ടുള്ള ഹെൽമെറ്റും പിന്നെ ഇതാ കാലിലടക്കിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാൽക്കളിക്ക് വേണ്ട മെയിൻ സാധനങ്ങൾ അതെല്ലാം ഇട്ട് നമ്മളൊന്ന് സേഫ് ആക്കിയിട്ട് കൊണ്ടുപോകാനുള്ള കളിയാട്ടെ ഇനി. അങ്ങനെ ബോഡിയിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള കളികളെല്ലാം കഴിഞ്ഞ് ഇനി മെയിൻ നേരെ വണ്ടി കയറി നമ്മൾ മെയിൻ ഒരു 2 കിലോമീറ്റർ തൊട്ടപ്പുറം പോയിട്ട് ഇതാ ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. നമ്മളെ മെയിൻ സിപ്പ് ലൈന് തുടങ്ങാൻ പോകുന്ന സ്ഥലം. അങ്ങനെ അടുത്തേക്കുള്ള യാത്ര നമ്മളെ കുറച്ച് ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. ഇത് നമ്മളെ 3 മെയിൻ ഫ്രണ്ട്സ്. അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മളെ കുറച്ച് സ്ട്രേഞ്ചേഴ്സ്. അങ്ങനെ വിചാരിച്ചാൽ നമ്മളെ മെയിൻ സ്ഥലത്തെത്തി അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ബ്യൂട്ടി കണ്ടപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് എടുക്കാൻ തോന്നി. അങ്ങനെ ഈ സ്ഥലത്ത് നമ്മളെ മെയിൻ സിപ്പ് ലൈൻ തുടങ്ങാൻ പോകുന്നത്. ഇത് നമ്മളെ ഫുൾ ഏരിയ എല്ലാം കണ്ട ഡീറ്റെയിൽ. പിന്നെ അടുത്തേക്കാണ് നമ്മൾ എത്തേണ്ടത്. എത്തി കൈ മാറ്റണം. ഇവിടെ എത്തണം. നിങ്ങൾ പേടിച്ച് വറക്കുന്ന ഒരു അവസ്ഥയിലല്ലേ. എന്താ തരല, പേടിയുണ്ട് പേടിയില്ലാത്ത അവസ്ഥയുണ്ട്. എന്താ ചെയ്യേണ്ടത് തരല. അതിലേക്ക് പോകാൻ പേടിച്ച് പറക്കലാണ്. എന്താ ഉണ്ടാവാന്നൊന്നും അറിയില്ല. നെഞ്ചടിക്കുന്നത് പക്ഷെ ആർക്കും പേടിയില്ലാത്ത പോലെയല്ല. നമുക്ക് അപ്പൊ ഏകദേശം അടുത്ത സിപ്പ് ലൈനിൽ ഞാനാന്ന് പോവാന്നുള്ള എൻ്റെ ഉള്ളിൻ്റെ ഉള്ളൊരു ടെൻഷന്റെ കാഴ്ചകളാ കേട്ടോ. അപ്പൊ അടുത്ത ഞാൻ തന്നെ കണ്ടോ. ഓക്കെ റെഡി 1 2 3 നമ്മള് മോനെ
കിടിലൻ എക്സ്പീരിയൻസ് തന്നെ പറയാ. ചത്തു പോകാനുള്ള ഇതിനും വലുത് പറയാ. സ്വർഗം കാണുന്ന പറഞ്ഞ ഇതാണ്. അടുത്ത റൈഡിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത് ഈ കാണാൻ പോകുന്നത് മെയിൻ സ്പേസ് പറയട്ടെ. മുഴുവൻ മേലെ സാധനം കണ്ട ഈ സാധനത്തിൽ കയറി അടുത്ത അതിന്റെ എക്സ്പീരിയൻസ് അതിന്റെ വൈബും കണ്ട് വാ കച്ചറ ടിക്കറ്റ് എടുത്താൽ മെയിൻ ആയിട്ട് ഇതാ നേരെ ഇതുവഴി കയറി മുകളിൽ പറന്ന് അപ്പൊ സിപ്പ് ലൈൻ കണ്ടില്ലേ ഓരോരു ജബറൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അടുത്ത കലാപരിപാടിയാ കാണാൻ പോകുന്നത്. എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ പോലെ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ കിട്ടാൻ പോലെ ഇത് കണ്ടുപോയിക്കാൻ മൊത്തം ഗൈസ് എല്ലാം കണ്ടിരിക്കുന്നുണ്ടാവൂലേ. ഇനി ഇതിന്റെ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളെ ഫ്രണ്ട്സ് അപ്പുറം എന്തായാലും നമ്മളോട് ഒപ്പം ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിപ്പോ ഒറ്റക്കാണല്ലേ നമ്മള് എല്ലാരും എനിക്ക് ഇത് പേടിയുണ്ട്. പേടിയില്ല എടാ പതുക്കല്ലേ പോവും. എടാ എന്തിനാടാ ധന്യജ സൂക്ഷിക്കണേ. പതുക്കെ പോകാൻ പറയണ. എനിക്ക് ഭയങ്കര പേടിയാന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ലേ. എടാ നായി ഗായ്സ് നമ്മളിപ്പോ ആകാശത്താണല്ലേ. ഗൈസ് അതിനൊന്നും പേടിച്ചിരിക്കാം. എന്താണെന്നറിയില്ല ഇങ്ങനത്തെ ഒരു പേടിത്തോണ്ട് വേറെ എന്നെപ്പോഴത്തെ പേടിത്തോണ്ട് വേറെ ആരുമില്ല. ഞാനത് വെച്ചുമ്പോൾ പേടിയില്ലാത്തതാണ്. ഗൈസ് ഇതിങ്ങനെ മുകളിൽ പോയി കളിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചാവില്ല ലൈവ് ഇട്ടിരിക്കുക. ഗൈസ് നാളെ മുതൽ ഞാൻ നല്ല കുട്ടിയായിരിക്കുന്നു. നിങ്ങൾ കണ്ടിരിക്കുന്നില്ല ഇതുപോലത്തെ വീഡിയോസിന്. ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ വന്ന് തന്നെ എക്സ്പീരിയൻസ് ഗൈസ് സീനാണ്. എന്റെ മോനെ ഞാൻ ഇപ്പൊ വീടില്ല ഉമ്മാമ ഉപ്പാപ്പ ഉമ്മാമ എനിക്ക് എല്ലാരോടും സ്നേഹമുണ്ട്. ഗൈസ് ഉപ്പാപ്പ ഉമ്മാമ എല്ലാരോടും സ്നേഹമുണ്ട്. ഉപ്പാപ്പ ഉമ്മാമ ബെല്ലുപ്പാപ്പ അല്ല അബ്ദുറഹ്മാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. Allah tabakkul astaghfirullah really gidilo താഴോട്ട് പോന്നോ മുകളിലോട്ട് പോന്നോ അതിപ്പോ ബെല്ലുമ്മ ഞാൻ മരിച്ച് നിങ്ങളോട് പോയി. അല്ലാ ഞാൻ മറ്റന്നാൾ കോളേജിൽ വരൂല. ഞാൻ ഇനി മുതൽ പഠിച്ചോളാം. ഞാൻ ഇനി മുതൽ പഠിക്കൂ. ഞാൻ ഇനി മുതൽ നല്ല കുട്ടിയായി. അല്ലാ ഉമ്മാമ ഉപ്പാപ്പ എന്നെ രക്ഷിക്കണേ. എടാ ഇതെന്നാണ് തീരാത്തേ. എടാ നായി അയ്യോ പട്ടി അല്ല ഗൈസ് ആരോ ബളിയിടുന്നുണ്ട് ബാക്കിന്ന്. ഗൈസ് അപ്പൊ അതിന്റെ സംഭവം കണ്ടില്ലേ. ഏകദേശം നല്ലൊരു വൈബ് ഉണ്ട്. താഴെ പോകുന്ന മുകളിൽ പോകുന്ന വയറുള്ളിൽ എന്തെല്ലാം ആകുന്നുണ്ട്. സാധനം സെറ്റാണ്. ഒന്ന് നോക്കി വെച്ചോ നല്ലുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ പാടന്നെ ആവേശത്തിൽ അടുത്ത റൈഡിൽ കയറി അടുത്ത റൈഡ് തുടങ്ങിയ പിന്നെ ഒന്നും പറയാം. കറക്കം എന്ന് പറഞ്ഞ ഒരു 1.5 കറക്കം നിന്നിന് കാണാൻ പോകുന്നത് തുടങ്ങി. ഗൈസ് ഇത് തീരെ ഇത് തിരിഞ്ഞ് മറിഞ്ഞ് എടാ എന്റെ മോനെ എടാ കണ്ണു നോക്കിയപ്പോ ഗൈസ് കണ്ണു നോക്കി ഇത് അടുത്തൊരു വേറെ റൈഡ് എന്ന് പറയട്ടെ. സത്യം പറഞ്ഞാൽ നമ്മളെ ഉലകം ചുറ്റുന്ന ഒരു റൈഡ് എന്ന് എന്റെ ഭാഷയിൽ പറയും. താഴെ നോക്കിയാൽ തല കറങ്ങും. കണ്ണു നോക്കാൻ കഴിയില്ല. കണ്ണും പൂട്ടിട്ട് ഒരേ ഒരു റൈഡ് എന്ന് പറയാം. നല്ല രസമുണ്ടായിട്ട് നമ്മളെ അടിച്ച് പൊളിച്ചിട്ട് പറയാം. ആ റൈഡ് കയറിയാൽ പിന്നെ വേറെ ഒന്നുമില്ല. അങ്ങനെ അങ്ങ് ആ വൈബിന് പോവാ.
ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത സാധനത്തിലേക്ക് കയറാൻ പോകുന്നത് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യൂ കാണിച്ചു. എടാ ഇതെന്താ സംഭവം? എടാ ഐഫോൺ നോക്കണേ. അവർ റബ്ബർ പ്ലാന്റ് ഒന്ന് മര്യാദക്കിട്ടെ. ഇതോടെല്ലാം മര്യാദക്കിട്ടെ. എടാ ഇത് നല്ല സ്പീഡ് കൂടും. ദിസ് ഈസ് സോ സിമ്പിൾ ഗൈസ്. സിമ്പിൾ ബട്ട് പവർഫുൾ. ജാവ വളരെ സിമ്പിൾ ആണ്. എന്റെ മോനെ ഡ്രിഫ്റ്റ് ഇടുന്ന വണ്ടി. വണ്ടി കൈ ഡ്രിഫ്റ്റ് ഇടുന്നു. Guys, this is one of best experience. എൻ്റെ തൊണ്ട പോയി. Guys, സൗണ്ട് പോയിരിക്കുന്നു. ഇതിന് കൂടുതൽ ലെവൽ എക്സ്പീരിയൻസ് നമ്മള് സ്വർഗ ലെവൽ തണുപ്പുള്ളത്. സോറി തൊണ്ട പോയടാ കഴിഞ്ഞ. ഗൈസ് നമ്മള് സ്വർഗം കണ്ടോണ്ടിരിക്കുക. സ്വർഗം ഗൈസ് ദാ സ്വർഗം. ഞാൻ ആകാശം കണ്ടു ഗൈസ്. എന്റെ മോനെ എന്തി എടാ ഡ്രിഫ്റ്റ് വണ്ടി. ഒന്നും കൂടി ക്യാമറ സംഭവം കണ്ട നമ്മളെ ഇത് മെയിൻ ഊനാലാട്ടല്ലോ എടുത്തു വാങ്ങി തന്നെ. ഈ സാധനം മുകളിൽ പോയിട്ട് ഇങ്ങനെ ഒറ്റ പോക്കാം. അപ്പൊ എന്റെ ഷോട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടു വെച്ചോ. നല്ല സെറ്റ് വ്യൂ ആയി കേട്ടോ. ഇത് നമ്മളെ മെയിൻ ആയിട്ടുള്ള. എടാ ഇതിൽ എങ്ങനെ ഉണ്ടാവും? സെറ്റ് ഉണ്ടോ? എങ്ങനെ ഉണ്ടാവും പറ. ചെയ്താ നീ ചെയ്യാണ്ട് പിന്നെ എന്താ അഭിപ്രായം പറയല്? ചെയ്യാണ്ട് എന്ത് പറയല്? അനന്തു നീ ഇല്ല ഇവൻ പേടിത്തോണ്ടോ? നീ എങ്ങനെ ഉണ്ടാവും പറ. നല്ല ഉണ്ടാവില്ല വൈബാക്കൂലേ? പൊട്ടിയാ എന്റെ മോനെ. ഇത് പോട്ടാ. ഇത് പോമോ. 1 2 3 ഉമ്മാമ ഉപ്പാപ്പ ഒന്നും വിടണ്ട. ഉമ്മാൻ്റെ അമ്മോ പോയി. ഇത് പാണ്ട എന്റെ മോനെ. ഇപ്പൊ എന്റെ അമ്മോ പോയി. ഇത് പാണ്ട ജബർ സാധനം. അങ്ങനെ ഏകദേശം മെയിൻ ആകാശം ചുറ്റി കറങ്ങുന്ന റൈഡെല്ലാം കഴിഞ്ഞ് നമ്മൾ മെയിൻ VR കണ്ടോണ്ട് VR കയറി. ഇനി അതിന്ന് കുറച്ച് കറങ്ങി കളിക്കാൻ വെച്ചാൽ അങ്ങനെ മെയിൻ ഞാൻ കയറി സിംഗിൾ ചോട്ടിൽ തന്നെ കയറി മോനെ. ഇനി ഞാൻ കറങ്ങി കളിക്കും. അപ്പോൾ അവിടെ VRന്റെ എക്സ്പീരിയൻസ് കൂടി ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു പറയട്ടെ. വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ആ റിയാലിറ്റി നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളും പിള്ളേരും ആ വെർച്വൽ റിയാലിറ്റി നല്ലോണം ആസ്വദിച്ച് VR നല്ലോണം ആസ്വദിച്ചപ്പോൾ പിന്നെ പരിപാടി മെയിൻ കഴിഞ്ഞിട്ട് അപ്പോൾ ആടുന്ന് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ടയർഡായിട്ട് ഇത് ഫുഡ് കഴിക്കാൻ പോകാം. നമ്മുടെ ടീംസ് അപ്പോൾ എല്ലാവരും ടയർഡായി കളിച്ച് നമ്മളങ്ങനെ ഫുൾ അടിച്ച് പൊളിച്ച് ഇപ്പോൾ പോകുന്നത് നമ്മളെ കാർപ്പുഴ ഡാം അഡ്വഞ്ചർ പാർക്കിൽ എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യണേ. സെറ്റ് സ്ഥലമാണ്. അടുത്ത റൈഡ് അത് സിപ്പ് ലൈന് സെറ്റും മറ്റേ ചുരം വഴി നമ്മൾ നടക്കാണ്. അതിൻ്റെ വണ്ടിക്ക് ബ്രേക്ക് ഫെയർ ചുരം വഴി നടക്കാണ് ഗൈസ്. എന്താണെന്നറിയില്ല. അപ്പോൾ അതെന്താണെന്നറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ചെറുങ്ങനെ ബ്രേക്കിനെല്ലാം പ്രശ്നം പറ്റി. അങ്ങനെ ഏകദേശം എന്തെല്ലോ ആയി. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി ഏകദേശം നല്ല അടിച്ച് പൊളിച്ച് കഴിഞ്ഞേ. അപ്പോൾ ഗൈസ് നമ്മളെ വയനാടിൻ്റെ ഫുൾ ഡീറ്റെയിൽ സംഭവം ഇപ്പോൾ കഴിച്ചിട്ടുണ്ട്. നമ്മളിതാ വീട്ടിലേക്ക് പോയി നല്ല ടയർഡ് അതിനൊരു ഡീപ്പ് സ്ലീപ്പ് ഫ്രഷ് ആയിട്ട് 2 ഫുഡ് അടിച്ച സാധനം അങ്ങോട്ടാ കിടക്കുക. പിന്നെ കാഴ്ചകൾ കാണേണ്ട സാധനമെല്ലാം നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യും. അതിൻ്റെ പരിപാടികളാണ്. ഏകദേശം നമ്മൾ ഇന്നത്തെ നല്ല അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വ്ളോഗ് കാണുന്നതായിരിക്കും. ദിസ് ഇസ് ബൈ ഫ്രം ഡിഗി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ ഇട്ടോ. ബൈ ഫ്രം ഡിഗി.